സ്ഥാനാർത്ഥികൾക്ക് നല്ല തിരക്കുള്ള സമയമാണ്. നമ്മുടെ ഈ കൊച്ചു വർത്താനം കേട്ട് നിൽക്കാനൊന്നും അവർക്ക് നേരമില്ല, അത് മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്കത് ഇതിന് ശേഷമാക്കാം. അപ്പോൾ കോഴിക്കോട് ഇപ്പോൾ നമ്മൾക്കൊപ്പമുള്ളത് ആളെ കാണിച്ചു തരാം. നമ്മുടെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി എളമരം കരീം രാവിലെ തെരഞ്ഞെടുപ്പ് തിരക്കുകളിലേക്ക് പോകുന്നതിനിടയിൽ സരോവരം പാർക്കിൽ എത്തിയതാണ്. അപ്പം നമ്മളുമായിട്ട് സംസാരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിങ്ങനെ കോഴിക്കോട്ടേക്ക് വന്ന് ഈ പ്രചരണമൊക്കെ കണ്ട് എങ്ങനെയുണ്ട് ഒരു പൾസ് മനസ്സിലാക്കിയപ്പോൾ എവിടെ നോക്കിയാലും കരിമിക്കാന്നാണ്. അപ്പോൾ സത്യത്തിൽ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ കരിമിക്ക താമസിക്കുന്നത് എവിടെയാണെന്നൊക്കെ ചോദിച്ചു. എളമരം എന്നുള്ളത് മനസ്സിൽ നിന്നേ പോയി. അപ്പോൾ കോഴിക്കോട് നഗരത്തിൽ എവിടെയും കരിമിക്കാന്ന് കണ്ടപ്പോഴത്തേക്ക് കുട്ടനോട് സംസാരിച്ചപ്പോൾ ഈ എളമരം എന്നുള്ളത് എവിടെയാണ് എന്നുള്ളത് നമ്മുടെ ഈ 2 ജില്ലകളുടെ അതിർത്തി പ്രദേശമാണെന്നൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഈ പോസ്റ്ററിൻ്റെ ഒരു ശക്തി മനസ്സിലായത്. അപ്പോൾ കോഴിക്കോട് വന്നപ്പം കരിമിക്കാന്ന് ആണ് മനസ്സിലേക്ക് വരുന്നത്. എങ്ങനെയുണ്ട് കോഴിക്കോടിൻ്റെ ഒരു സ്നേഹം പ്രചരണ രംഗത്തിറങ്ങിയപ്പോൾ? കോഴിക്കോട് എനിക്ക് വളരെ കാലമായി ബന്ധമുള്ള പ്രദേശമാണ്. എൻ്റെ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയൊക്കെ കേന്ദ്രം ഒരു 3 ദശാബ്ദക്കാലമായി കോഴിക്കോടാണ്. ഇവിടുത്തെ ജനങ്ങളിൽ ഒരു നല്ല ഭാഗത്ത് എനിക്കറിയാം. പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളിലെല്ലാം ജനപ്രതിനിധി എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു സ്നേഹബന്ധം ജനങ്ങൾ കാണിക്കുന്നുണ്ട്. മുന്നണി ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ ദൗത്യം കൂടിയാണ്. ഇപ്പോൾ പാർലമെൻറ്റിലെ ഏറ്റവും സീനിയർ CPIM നേതാവ്, രാജ്യസഭാ കക്ഷി നേതാവ്, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാവ് എന്ന നിലയിൽ നിന്നൊക്കെ പാർട്ടിയും മുന്നണിയും ഏൽപ്പിച്ച ഒരു ദൗത്യം, അത് കോഴിക്കോടിൻ്റെ ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രതികരണവുമായി കൂട്ടിച്ചേർത്ത് എങ്ങനെ പറയും സ്ഥാനാർത്ഥി എന്ന നിലയിൽ? കോഴിക്കോട് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ തലസ്ഥാനം കൂടിയാണ്. വാണിജ്യ തലസ്ഥാനമാണ്, രാഷ്ട്രീയ തലസ്ഥാനമാണ്. ആ അർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ഗൗരവമായി ഇടപെടേണ്ട ഒരു കാലഘട്ടമാണ്. ഒന്ന്, കേന്ദ്രം ഭരിക്കുന്നവരുടെ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ. 2, വർഗീയവൽക്കരണം. ഇത് 2 ആപൽക്കരമാണ്. അപ്പം അതിനെ ശക്തമായി ചെറുക്കാനുള്ള ഒരു ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയ ചേരി പാർലമെൻറ്റിൽ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വിധത്തിലുള്ളൊരു വലിയ പരിശ്രമമാണ്. അത് വെച്ച് നമ്മൾ കോഴിക്കോട് ഇടതുപക്ഷത്തേക്ക് വരിക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ യാഥാർത്ഥ്യം അതാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ മണ്ഡലം അത് വളരെ രസകരമാണ്. തീരമണ്ഡലമുണ്ട്, നഗരമണ്ഡലമുണ്ട്, മലയോര മണ്ഡലമുണ്ട്. ഞങ്ങൾ രാവിലെ കുട്ടനും ഞാനിവിടെ സംസാരിച്ചപ്പോൾ വന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മണ്ഡലത്തിൻ്റെ സവിശേഷത ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എങ്ങനെയാണ് കോഴിക്കോടുമായി പങ്കുവെക്കുന്നത്? അങ്ങനെ ഒരു മണ്ഡലത്തെ ഏതൊക്കെ നിലകളിൽ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ എങ്ങനെയൊക്കെ നിറവേറ്റാം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലെ കാഴ്ചപ്പാട്? അതായത് ഈ പാർലമെൻറ്റ് മണ്ഡലം സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ ഈ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആളല്ല. രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെയാണ് പാർലമെൻറ്റ് മെമ്പർ കൈകാര്യം ചെയ്യേണ്ടത്. പാർലമെൻറ്റിൽ ഉയർന്നു വരുന്ന ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതിലൊക്കെ എന്ത് നിലപാടെടുക്കുന്നു എന്നാണ് പ്രബുദ്ധരായ ജനങ്ങൾ നോക്കുന്നത്. MP-ക്ക് പ്രാദേശിക വികസനത്തിനായി അനുവദിക്കുന്ന 5 കോടി രൂപ വീതിച്ചു കൊടുക്കാൻ ഒരു വലിയ രാഷ്ട്രീയ പാണ്ഡിത്യമോ അനുഭവമോ ആവശ്യമില്ല. അതൊന്നല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ ജനങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. തൊഴിലാളികൾ, കൃഷിക്കാർ ഇവരെല്ലാം കടുത്ത പ്രയാസത്തിലാണ്. പിന്നെ നമ്മുടെ മതനിരപേക്ഷ രാജ്യം എത്ര കാലം നിലനിൽക്കുമെന്ന ആശങ്കയുണ്ട്. ഇതിനൊക്കെ ഓരോരുത്തരും എന്ത് നിലപാടെടുക്കുന്നു അതാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. കോഴിക്കോട് നഗരം വളരെ രാഷ്ട്രീയ പ്രബുദ്ധമായ നഗരമാണ്. മുമ്പ് പറഞ്ഞല്ലേ കേരളത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനമാണ്. അങ്ങനെ പറയാൻ, വിശേഷിപ്പിക്കാൻ, അങ്ങനെ പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നൊരു ഓർമ്മ എന്താണ്, അനുഭവം എന്താണ്, അങ്ങനെ ഒരു വാചകം പരാമർശിച്ചതിൻ്റെ പിന്നിൽ? ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, P. കൃഷ്ണപിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകിയ വലിയ ഉപ്പു സത്യാഗ്രഹ സമരം, അന്ന് ത്രിവർണ്ണ പതാക ഏന്തി ജാഥയുടെ മുന്നിലുണ്ടായിരുന്ന കൃഷ്ണപിള്ളയെ പോലീസ് അടിച്ചു വീഴ്ത്തിയിട്ടും പതാക ആ സഖാവ് വിട്ടുകൊടുത്തില്ല. ഒരു കാലത്ത് EMS-ൻ്റെ പ്രവർത്തന കേന്ദ്രമായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ഗ്രൂപ്പ് രൂപം കൊണ്ടത് കോഴിക്കോട്ട് വെച്ചാണ്. K. ദാമോദരൻ, EMS കൂടി ചേർന്ന് അതെ പാളയത്തുള്ള ഒരു ചെറിയ കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലെ ഒരു മുറിയിൽ ഔദ്യോഗികമായി പാർട്ടി രൂപീകരണം നടന്നത് പാറപ്പുറം പിണറായി. അതെ അത് പിന്നീടാണ്. അതെ ആദ്യത്തെ കേരള ട്രേഡ് യൂണിയൻ, ഇന്നത്തെ CITUവിൻ്റെ ആദ്യ രൂപമായ ട്രേഡ് യൂണിയൻ്റെ സംസ്ഥാന രൂപീകരണ സമ്മേളനം നടന്നത് കോഴിക്കോട്ടാണ്. ഇങ്ങനെ ഒട്ടേറെ ചരിത്ര പാരമ്പര്യങ്ങൾ കോഴിക്കോടിനുണ്ട്. ആ കോഴിക്കോടിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിനനുസരിച്ച് പാർലമെൻറ്റിൽ ഒരു കോഴിക്കോട് മെമ്പർ
ശബ്ദിക്കുക എന്നതാണ് എൻ്റെ മനസ്സിലുള്ളത്. അതൊരു അസാമാന്യമായി ഈ കാലത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ്, രാഷ്ട്രീയ വാചകമാണ്. ത്രിവർണ്ണ പതാക പിടിച്ച് പി കൃഷ്ണപിള്ളയും കെ കേളപ്പനും അതുപോലെ ഈ നേതാക്കളാകെയും സമരം ചെയ്ത ആ നാട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ദേശീയ പതാകയുമേന്തി സമരം ചെയ്യേണ്ട അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ട ഒരു അനിവാര്യ ഘട്ടത്തിലേക്ക് നാടെത്തിയിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ അങ്ങനത്തെ ഒരു സാഹചര്യം? ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലെ ബോധ്യം എന്താണ് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ? ജനങ്ങൾക്ക് കഴിഞ്ഞ തവണ 2019 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറ്റൊരു രീതിയിലായിരുന്നു. അന്നും ബി ജെ പി അവർക്ക് ഭയമുണ്ടായിരുന്നു, ബി ജെ പിയുടെ നയങ്ങളെ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വരവ്, അതിന് തൊട്ട് മുമ്പ് മധ്യപ്രദേശ് രാജസ്ഥാനിലെ കോൺഗ്രസ് വിജയം, കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്നൊരു തോന്നലുണ്ടായി. ഇന്നത്തെ സ്ഥിതിയോ? ഇന്ന് വളരെ പുറകിലാണ്. അവർക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന നിലയിലേക്ക് വന്നു. ഇപ്പോൾ ഇന്ത്യ പ്ലാറ്റ്ഫോമിൻ്റെ നേതൃത്വത്തിൽ ഒരു റാലി സംഘടിപ്പിച്ചത് RJD ആണ്. കോൺഗ്രസിന് അത് കഴിയുന്നില്ല. അപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിന് വേണ്ടിയും ദേശീയ രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയമായും ഏറ്റവും ഉജ്ജ്വലമായ നിലപാട് സ്വീകരിക്കുമെന്ന് ജനങ്ങൾ കരുതുന്നുണ്ട്. ജനങ്ങൾക്ക് ആ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ പ്രതീക്ഷയോടെ നോക്കുന്നത് ഇന്ന് LDFനെയാണ്. അത് കണക്കിലെടുത്താണ് CPIMൻ്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കളെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. ഈ രാഹുൽ ഫാക്ടർ കോൺഗ്രസ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു കേരളത്തിലൊരു മാജിക്കായി അല്ലെങ്കിൽ ഒരു തുറുപ്പുചീട്ടായി കോൺഗ്രസ് കാണുന്നു. 2019 കോൺഗ്രസിന് പ്രതീക്ഷിക്കാമോ? കോൺഗ്രസ് പ്രതീക്ഷിച്ചാൽ അവരുടെ അവസ്ഥ എന്താവും? ആ ഫാക്ടർ, രാഹുൽ ഫാക്ടർ പഴയതുപോലെ പ്രസക്തമല്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് ഇവിടെ ഒന്നും ഏറ്റില്ലല്ലോ. ദക്ഷിണേന്ത്യയിൽ ഉണ്ടായത് ദക്ഷിണേന്ത്യൻ ഘടകമാണ്. ദക്ഷിണേന്ത്യ ഒരു വേറിട്ട രാഷ്ട്രീയം തന്നെയാണ്. തെലങ്കാന അല്ലെങ്കിൽ തമിഴ്നാട്, കേരളം, അത് വേറിട്ട ഒരു രാഷ്ട്രീയമാണ്. രാഹുലിൻ്റെ ഒരു എഫക്റ്റ് ഒന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് പ്രസക്തമല്ല. കാരണം അവർ ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ എന്ത് നിലപാടെടുത്തു എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. തൊഴിൽ നിയമ ഭേദഗതികൾ, കർഷക നിയമങ്ങൾ, എന്ത് പോരാട്ടം നടത്തി, ജനങ്ങളാണ് നേരത്തെ എന്ത് സമരങ്ങൾ നടത്തി. കോൺഗ്രസ് അല്ലേ ചെയ്യേണ്ടത്? അല്ല, താങ്കളുടെ ഒരു വ്യക്തിപരമായ ഒരു രാഷ്ട്രീയ അനുഭവം എന്താണ്? ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ താങ്കൾ രാജ്യസഭയിലെ നേതാവാണ്, ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ, കോർഡിനേഷൻ, പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇടപെടലും സംഭാവനയും കൂടിയാലോചനകളും എങ്ങനെയാണ് ശ്രീ അമരം കരീം പറയുക? പാർലമെൻറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ കോർഡിനേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ ചെറുതാണ്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പാർലമെൻറ്റിൽ വരാറില്ല, വളരെ അപൂർവമായിട്ടൊക്കെയാണ്. പാർലമെൻറ്റിലെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ച് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനാണ്. പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ്സാണ്. അവരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. പക്ഷെ അവരത് ചെയ്യുന്നില്ല. രണ്ട്, ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ സംബന്ധിച്ച് ഏറ്റവും ഗുരുതരമായ പ്രശ്നമായിരുന്നു ലേബർ കോഡുകൾ പാസ്സാക്കുന്നത്. ലോകസഭയിൽ വോട്ടെടുപ്പ് പോലും നടന്നില്ല, വോട്ട് ആവശ്യപ്പെട്ടില്ല കോൺഗ്രസ്. അപ്പം രേഖയിൽ നോക്കിയാൽ യുനാനിമസായി പാസ്സാക്കിയെന്നവർ അൺഒപ്പോസ്ഡായി പാസ്സാക്കി. എന്തൊരു നാണക്കേടാണ്. രാജ്യസഭയിൽ ഞാൻ വോട്ടെടുപ്പിന് വേണ്ടി നിർബന്ധിച്ചു, വോട്ടെടുപ്പ് നടത്തി. കോൺഗ്രസ് കോഡ് ഓൺ വേജ് എന്ന് പറയുന്ന ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഇതാണ് കോൺഗ്രസ്. എന്ത് ബദലാണ് അവർ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്? വെറും വർഗീയതയും മതനിരപേക്ഷതയും അത് മാത്രം പ്രശ്നമല്ല, വൈകാരിക പ്രശ്നങ്ങൾ മാത്രമല്ല, ജീവിത പ്രശ്നങ്ങൾ. കാർഷിക നിയമങ്ങൾ വന്നപ്പോൾ കർഷകരുടെ സമരമാണ് ആ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്. അതും ഞങ്ങൾ ഏറ്റുമുട്ടിയത് രാജ്യസഭയിലാണ്. ലോകസഭയിൽ ഒന്നും നടന്നില്ല. ഏറ്റവും വലിയ സമരം നടന്ന അന്നാണ് ഞാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. ഇതാണ് അവിടെ കാണുന്ന ഒരു പ്രത്യേകത. അതിൽ കോഴിക്കോടേക്ക് നമ്മൾ വന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ വേഗത്തിലാക്കാം. അതായത് കോഴിക്കോടേക്ക് വന്നാൽ കോഴിക്കോട് പല ഘട്ടത്തിലും ഇടത് MP ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. ഇപ്പോൾ തുടർച്ചയായി UDFൻ്റെ സിറ്റിംഗ് സീറ്റാണിത്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസമോ ആ കണക്കോ പറഞ്ഞ് UDFന് ഇത്തവണ കോഴിക്കോട്ട് നിന്ന് പഴയ്ക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ കാരണങ്ങളാണ് ഉണ്ടായത്. 2009 റിയാസ് മത്സരിക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസത്തിൽ രണ്ടാമത് വരുമ്പോൾ വിജയരാഘവനായിരുന്നു. വിജയരാഘവൻ വന്ന് മത്സരം നടത്തുന്ന കാലത്ത് അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടായ പ്രശ്നം, LDFൻ്റെ ഭരണകാലമായിരുന്നു, അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, എല്ലാം കൂടി ചേർന്നതാണ്. 2019 ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ വരവ്, അതൊക്കെയാണ്. പക്ഷേ ഇത്തവണ എല്ലാം കൊണ്ടും അനുകൂലമാണ്, ഇടതനുകൂലമാണ് കോഴിക്കോടടക്കം കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നാണോ? അതെ, തീർച്ചയായിട്ടും. ഒന്ന്, ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ
ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷമാണെന്ന ബോധ്യം ജനങ്ങൾക്കുണ്ട്. 2, സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കേരളത്തിൽ ജയിച്ചുപോയ UDF MP മാർ ഒന്നും ചെയ്തില്ല. അവിടെ സമരത്തിന് അവർ വന്നില്ല, പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നില്ല. ഇതുപോലുള്ള ആളുകൾ എന്തിനു ജയിച്ചു പോകുന്നു എന്ന ചോദ്യമുണ്ട്. വ്യക്തിപരമായി ഈ വിഷയങ്ങളിലെല്ലാം ഞാൻ ഇടപെട്ടത് സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഘടകങ്ങൾ. ഒരു കാര്യം കൂടി ചോദിക്കാം, ഞാൻ കുട്ടനിലേക്ക് വരാം. അതായത് ഈ പ്രതിപക്ഷം, കേരളത്തിലെ പ്രതിപക്ഷം സർക്കാർ വിരുദ്ധ ഒരു മനോഭാവം രൂപപ്പെടുത്താൻ പാകത്തിന് പലതരത്തിലും ഇപ്പോൾ പ്രവർത്തിച്ചു. ഇപ്പോൾ കോഴിക്കോട് ഒരു മലയോര മേഖല, ഈ മണ്ഡലവും ബാധകമാണ്. അപ്പോൾ ആ മലയോര പ്രശ്നങ്ങൾ, വന്യജീവികളുടെ ആക്രമണം പോലുള്ള പ്രശ്നങ്ങളെ പ്രതിപക്ഷത്തിൻ്റെ ഒരു രീതി, സമീപനം എന്നുള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. അതേതെങ്കിലും തരത്തിൽ അവരുടെ ആ സമീപനം ഇടതുപക്ഷത്തെയോ സ്ഥാനാർത്ഥികളെയോ ആശങ്കപ്പെടുത്തുന്നതാണോ? യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടുള്ള രാഷ്ട്രീയ ഭിന്നതകൾ, തർക്കങ്ങൾ സംസ്ഥാനത്തോടുള്ള വിരോധമായി മാറ്റുകയാണ് UDF. സംസ്ഥാനത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം കേന്ദ്രം തരുന്നില്ലെങ്കിൽ അത് കേന്ദ്രത്തിൻ്റെ കുറ്റമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിയും ധൂർത്തുമാണ് എന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. അങ്ങനെയുള്ള ആളുകൾ ഈ നടത്തുന്ന പ്രസ്താവനകളും പ്രചരണവും ജനങ്ങൾക്ക് ബോധ്യമല്ല. പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അതൊക്കെ സാധാരണ എല്ലാ കാലത്തും ഉണ്ടാവുന്നതാണ്. മൃതശരീരമെടുത്ത് രാഷ്ട്രീയം കളിക്കുക, ഇന്നലെ ഇപ്പോൾ കക്കയത്തുണ്ടായ സംഭവത്തിൽ അതേ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. കാര്യം അതിനകത്ത് നമ്മൾ LDF സർക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത്? സ്വാഭാവികമായും ഇപ്പോൾ ഈ വന്യജീവി ആക്രമണത്തിൽ വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ കേന്ദ്ര നിയമം അനുവദിക്കുന്നില്ല. ആ നിയമം ഭേദഗതി ചെയ്യണം. രാഹുൽ ഗാന്ധി മലയോര ജില്ലയായ വയനാട്ടിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുത്തു എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. പാർലമെൻറ്റിൽ അദ്ദേഹം ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ ഇത്തരം ആക്രമണം തടയാൻ കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കണമെന്ന്? കേരളത്തിലെ വനം വകുപ്പിനും വന സംരക്ഷണ നടപടികൾക്കും ഒട്ടേറെ പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യണം. അത് കേന്ദ്ര നിയമത്തിലാണ് മാറ്റം വരേണ്ടത്. നമുക്ക് തൊടാൻ കഴിയില്ല. ഇപ്പോൾ രാത്രികാല യാത്ര നിരോധിച്ചു, ബത്തേരി മുതൽ മൈസൂർ വരെ. നമ്മൾ എത്ര കാലം മെനക്കെട്ടു, ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ലല്ലോ. അവിടെയെല്ലാം രാത്രി വന്യജീവികളുടെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകാൻ പാടില്ല എന്ന പേരിൽ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള യാത്രാബന്ധം പോലും അവസാനിപ്പിച്ചവരാ. അപ്പോൾ അതാണ് പ്രശ്നം. അതിനെ ഗൗരവത്തിൽ കാണാതെ ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ തലയിലിടുന്ന ഈ രാഷ്ട്രീയ പ്രചരണം, അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. മറ്റൊരു കാര്യം ശരത്തേട്ടാ, ഇത് കാണുന്നത് നമ്മൾ ഓപ്പൺ ജിമ്മൊക്കെ കാണാം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കരീംക രാജ്യസഭാ അംഗം കൂടിയാണല്ലോ. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലെ ന്യൂജൻ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് കരീം. കാരണം ഇവിടെ 2 സ്ഥലത്ത്, നമ്മൾ ഇന്നലെ മാനാഞ്ചിറ അവിടെ സൗജന്യ വൈഫൈ ആണ്, അതോടൊപ്പം തന്നെ മീഞ്ചന്ത് ആർട്സ് കോളേജിൽ സൗജന്യ വൈഫൈ ഏർപ്പെടുത്തി ആ മേഖലയിൽ ഒരു തരംഗം ഉണ്ടാക്കിയിരിക്കുകയാണ് കരീംക. അത് ആ കുട്ടികളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള, യുവാക്കളിൽ നിന്ന്, യുവജനതയിൽ വന്നിട്ടുള്ള ഒരു പൊതു ആവശ്യമാണോ അത്തരമൊരു? അതെ, നല്ല റെസ്പോൺസുമാണ്. അവർ പറഞ്ഞു ഇങ്ങനെ ഈ സൗകര്യം കോഴിക്കോട് നഗരത്തിൽ പൊതുവിൽ ഏർപ്പെടുത്തിയാൽ എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ BSNLൻ്റെ പ്രാദേശികമായ കമ്മിറ്റി ആ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു. ഞാനതിന് ഉടനെ തന്നെ നടപടിയെടുക്കാൻ പറഞ്ഞു. ആർട്സ് കോളേജിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കിയത്. 3000-ലധികം കുട്ടികൾ പഠിക്കുന്നു. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് മഹാഭൂരിപക്ഷം. അവർക്ക് മൊബൈൽ ഡാറ്റ പർച്ചേസ് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ പഠനത്തിനിടയിൽ ഇൻ്റർനെറ്റ് കൂടി ലഭ്യമാവുകയാണെങ്കിൽ അതവരെ പഠനത്തെ സഹായിക്കും എന്ന് എനിക്ക് തോന്നി. അവിടുത്തെ പ്രിൻസിപ്പൽ അത് എന്നോട് സംസാരിച്ചു. അതുകൊണ്ടാണ് അത് സാങ്ഷൻ ചെയ്തത്. വളരെ ആവേശത്തോടെയാണ് കുട്ടികൾ അതിനെ സ്വീകരിച്ചത്. ഏതായാലും കുട്ടൻ ഈ പറഞ്ഞ പോലെ തന്നെ വോട്ടർമാർക്ക് മുമ്പിൽ വോട്ടർമാരോട് സംസാരിക്കാനുള്ള സമയം കൂടി അപഹരിച്ചാണ് നമ്മളൊരു സ്ഥാനാർത്ഥിയുമായി ഇത്ര നേരം സംസാരിച്ചത്. രാവിലെ ഇനി ഇന്നത്തെ തിരക്കുകളിലേക്ക് പോകുമായിരിക്കും അല്ലേ? അതെ. രാവിലെ മുതൽ ഓരോ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. വോട്ടർമാരെ കാണുക. പിന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ മണ്ഡലങ്ങൾ ഇടതുമുന്നണി സജീവമായി. വലിയ പ്രയാസം ദിവസങ്ങൾ കൂടി അതിൻ്റെയൊക്കെ കോർഡിനേറ്റ് പോകാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. എങ്കിലും ഞങ്ങൾ പരമാവധി ചെയ്യുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ. അപ്പോൾ ഏതായാലും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശ്രീ എളമരം കരീമിനെ, കോഴിക്കോടിൻ്റെ കരീമിക്ക് നമുക്ക് അവർക്കിടയിലേക്കൂടെ തന്നെ നൽകാം. ഞങ്ങൾ ഞങ്ങളുടെ ജോലിയുമായി പോകാം. സ്ഥാനാർത്ഥി വോട്ടർമാരോട് സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ ഗുഡ് മോർണിംഗ് കേരളം അങ്ങനെ മുന്നോട്ട് പോകുന്നു.